പുതുവർഷമായി ഹായ് പുതുശോഭയെത്തി പാവനാത്മാവിനോടൊപ്പം പുതുതായി തുടങ്ങിടാം സർവം. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ഗലാത്യ 6:15 പരിച്ഛേദനം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല. ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ഒരു പുതിയ സൃഷ്ടിയാവുക എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഭയം വരും. കാരണം എല്ലാ തരത്തിലും എന്നെ പുതുക്കാൻ എനിക്ക് സാധിക്കുമോ? കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ എന്തോരം തീരുമാനമെടുത്തിരിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ വലിക്കില്ല, കുടിക്കില്ല, കലഹിക്കില്ല, ദേഷ്യപ്പെടില്ല, ബന്ധങ്ങളെ പുതുക്കും, സത്യം മാത്രം പറയും. എല്ലാം അടവടലെ വീണുപോയതിന്റെ ഒരു ദുഃഖം നമുക്കുണ്ട്. ഒന്നും പാലിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് കൃത്യമായി പറയുന്നു, ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് 1000 പടക്കങ്ങൾ പൊട്ടിച്ച് ഈ പുതുവർഷം ആഘോഷിക്കുന്നതിനേക്കാൾ പരമപ്രധാനം. പുതിയ സൃഷ്ടിയാവുക എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും ഒരു പുതുക്കം സൂക്ഷിക്കുക, കുറെ കൂടെ നന്നായി ചിരിക്കാൻ ശ്രമിക്കുക, കുറെ കൂടെ നന്നായി ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക, കുറെ കൂടെ നന്നായി ഉണർന്നു വരുമ്പോൾ ഒരു പ്രാർത്ഥന ഉള്ളിൽ സ്വരൂപിക്കുക, കുറെ കൂടെ നന്നായി ക്രമവും ചിട്ടയും പാലിക്കാൻ ഒരു എളിയ ശ്രമം. ട്രൈഫിൾസ് മേക്ക് പെർഫെക്ഷൻ എന്നാണല്ലോ ഇംഗ്ലീഷ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കർത്താവ് ഒരു പൂർണ്ണതയിടും. അങ്ങനെ നിനക്കൊരു പുതിയ സൃഷ്ടിയാകാൻ പറ്റും. നീ കൃത്യമായി ശ്രദ്ധിച്ചാൽ എണീറ്റ് വരുമ്പോൾ തൊട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ ചെറിയ പുതുമകൾ ആഡ് ചെയ്താൽ ഒരു പുതുമ ആകപ്പാട് നിന്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. അങ്ങനെ കൂടുതൽ പ്രസന്നവദനാകാനും സന്തോഷിക്കാനും നിനക്കിടവരും. ഒരു പുതുമയും ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവവും യേശു നിനക്ക് നൽകും. ആമേൻ. ആമേൻ. ആമേൻ.